ഹലോ നമസ്കാരം. വൺപ്ലസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഈ ചാപ്റ്ററിലെ 2 ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഗ്രൂപ്പ്, പീരിയഡ് ആൻഡ് ബ്ലോക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരിയഡ് ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് ലിത്തിയമാണ്. ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്കും ഗ്രൂപ്പ്, പീരിയഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് എഴുതി നോക്കാം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഓക്കെ, ഇവിടെ ലിത്തിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ് വരുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ഫസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 1s-ലാണ്. ഓക്കെ, 1s-ൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് നമ്മൾ എഴുതുക. ഓക്കെ, 1s2. നെക്സ്റ്റ് രണ്ടാമത്തെ സബ് ഷെല്ലിലേക്കാണ് പോകുന്നത്. അതായത് രണ്ടാമത്തെ ഷെല്ലിൽ ഏതിലേക്കാണ് പോവുക? ലാസ്റ്റിലത്തെ ഒരു ഇലക്ട്രോണ് 2s1 ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുമ്പോൾ ഏത് സബ് ഷെല്ലിലാണോ ഇലക്ട്രോൺ ലാസ്റ്റ് ഫില്ല് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ബ്ലോക്ക്. ഇവിടെ നോക്കിയേ, എസ്സിലാണ് ലാസ്റ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് ബ്ലോക്ക് ആയിരിക്കും വരുന്നത്? എസ് ബ്ലോക്ക്. ഓക്കെ, ഇനി സോഡിയത്തിൻ്റെത് അറ്റോമിക് നമ്പർ 11 ആണ്. 1s2, 2s2, 2p6 ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 10 കിട്ടി. ലാസ്റ്റ് 1 എങ്ങോട്ട് പോവും? 3s1. ഇവിടെയും ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എസ് സബ് ഷെല്ലിലാണ്. അപ്പം അതിൻ്റെ ഏത് ബ്ലോക്കാണ് വരിക? എസ് ബ്ലോക്കിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2. ഇവിടെയും ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എസ്സിലായതുകൊണ്ട് തന്നെ ഇതേതാണ്? എസ് ബ്ലോക്ക് ആണ്. ഓക്കെ, ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. 1s2, 2s2. നെക്സ്റ്റ് ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? 2p-യിലേക്കാണ് പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് പി സബ് ഷെല്ലിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ബ്ലോക്ക് ആയിരിക്കും വരുന്നത്? പി ബ്ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് കാർബണിൻ്റെ എന്ത് വരും? 1s2, 2s2, 2p2. ഇവിടെയും ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് പിയിലായതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഏത് വരും? പി ബ്ലോക്ക് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന സബ് ഷെൽ ഏതാണോ, അതാണ് എസ് ആണോ, പി ആണോ, ഡി ആണോ നോക്കുക. അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് എലമെൻറ്റ് സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആണ്. എങ്ങനെ എഴുതുക? 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ലാസ്റ്റ് എങ്ങോട്ട് വരും? ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 6 + 4 10, 10 + 6 16, 18, 20. ഓക്കെ, ബാക്കി ഒരു ഇലക്ട്രോൺ നമ്മൾ എവിടെയാണ് ഫില്ല് ചെയ്യുക? 3D-യിലേക്കാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഡിയിലാണെങ്കിൽ അത് ഏത് ബ്ലോക്കാ? ഡി ബ്ലോക്ക്. ഓക്കെ, ഡി ബ്ലോക്കിലാണ് വരുന്നത്. 4s-ഉം 3D-യും വരുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ലാസ്റ്റ് ഡി എവിടെ കണ്ടാലും അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക്. ഓക്കെ, ക്രോമിയം എഴുതി നോക്കാം. എങ്ങനെ വരിക? 1s2, 2s2, 2p6, 3s2, 3p6, 4s, 3d. ക്രോമിയത്തിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 3D-യിൽ 5 ഇലക്ട്രോൺസും 4s-ൽ 1 ഇലക്ട്രോണുമാണ് ഉണ്ടായിരിക്കുക. എന്തുകൊണ്ടാ? ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ അല്ലേ, പകുതി നിറഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് ഇതുള്ളത്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡലിൽ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്.
ഓക്കെ, ഇവിടെയും ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഡി ബ്ലോക്കിലായതുകൊണ്ട് തന്നെ, ഡി സബ്ഷെല്ലിലായതുകൊണ്ട് തന്നെ ഇതേതാണ്, ഡി ബ്ലോക്കാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്രയേ ചെയ്യണ്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയാണോ അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പീരിയഡ് കണ്ടുപിടിക്കാം. പീരിയഡ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ലാർജ് ഷെൽ ഏതാണോ അതാണ് അതിൻ്റെ പീരിയഡ് വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലിത്തിയത്തിൻ്റെത് 1s2 2s1 ആണ്. ഇതിലെ ലാർജ് ഷെൽ ഏതാ വരുന്നത്? 2 അല്ലേ? അപ്പോൾ ഇതിൻ്റെ പീരിയഡ് എത്രയാണ് വരുന്നത്? 2. ഓക്കെ, ഇനി കാർബൺ 6 1s2 2s2 2p2. ഇതിൻ്റെയും ലാർജ് വരുന്നത് ഏതാണ്? 2 ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ വരുന്നത്? 2 ആയിരിക്കും ഇതിൻ്റെ പീരിയഡ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ എഴുതിയിട്ടുള്ള സ്കാൻഡിയത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയേ, ഏറ്റവും വലിയ ഷെല്ല് ഏതാണ് വരുന്നത്? 4 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പീരിയഡ് എന്ത് വരും? പീരിയഡ് ഈസ് ഈക്വൽ ടു 4. 4s-ഉം 3d-യും വരുമ്പോൾ മാറിപ്പോവാൻ പാടില്ല. ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതാണ് പീരിയഡ് വരുന്നത്. ഷെൽ നമ്പർ നോക്കുക, 1 2 3 4 വരെ നമുക്ക് മാക്സിമം പഠിക്കാനുള്ളൂ. അപ്പോൾ 4 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പീരിയഡ് നമ്പർ 4 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ക്രോമിയത്തിൻ്റെ കേസിൽ 4s 3d ആണ് ലാസ്റ്റ് വരുന്നത്. ലാർജ് നമ്പർ ഏതാ വരിക? 4 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പീരിയഡ് നമ്പർ 4 ആയിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എസിനും പി ഡി, നമുക്ക് ഈ 3 ബ്ലോക്കിൻ്റെ കേസാണ് പഠിക്കാനുള്ളത്. അതിൽ 3 ഡിഫറൻ്റ് ആയിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, പീരിയഡ് ആയിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, ഏത് കണ്ടുപിടിക്കുമ്പോഴും ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ഏതാണ്? അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, നമ്മളിപ്പം എസ് ബ്ലോക്കിൻ്റെതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയാണോ അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ വരിക. ക്ലിയർ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയാണോ അത്രയുമാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലിത്തിയത്തിൻ്റെ നോക്കിയേ, 1s2 2s1, ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് ഏതാ? 1 അല്ലേ? അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ത് വരും? ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് സോഡിയത്തിൻ്റെത് നോക്കിക്കഴിഞ്ഞാൽ 1s2 2s2 2p6 3s1. ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏതാണ്? 1 ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ത് വരും? 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മെഗ്നീഷ്യം നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ 3s2 ആണ് വരുന്നത്. അപ്പോൾ ഈ 2 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 2. എസ് ബ്ലോക്കിൻ്റെ കേസിൽ ഇത്രയേ നോക്കണ്ടോ, ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയാണോ അത്രയുമാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ വരിക. ക്ലിയർ? അടുത്തത് നോക്കുന്നത് പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനാണ്. പി ബ്ലോക്ക് ആണെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും? പി സബ്ഷെല്ലിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ബോറോണിൻ്റെത് 5 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p1. പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ കൂടെ 12 ആഡ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ കൂടെ 12 ആഡ് ചെയ്യാം. അപ്പോൾ പി ബ്ലോക്കിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഏതാ വരുന്നത്? 1 ആണ്. അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 12 ആഡ് ചെയ്യണം. എത്ര ആൻസർ കിട്ടുക? 13. അപ്പോൾ ഇതിൻ്റെ ബോറോണിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 13th ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, നൈട്രജൻ 7 ആണ് വരുന്നത്. ലാസ്റ്റ് സബ്ഷെൽ ഏതാ? പി. അതുകൊണ്ട് പി ബ്ലോക്ക് ആണ് വരുന്നത്. 2p3 ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കുക?
ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ കൂടെ, അതായത് ഇലക്ട്രോൺ ഇതാണല്ലോ, ഇലക്ട്രോണിൻ്റെ കൂടെ 12 ആഡ് ചെയ്യണം. എത്ര കിട്ടുക? 12 + 3 15. 15th ഗ്രൂപ്പിലാണ് നൈട്രജൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 2p6 നിയോൺ ആണ്. നിയോണിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്തായിരിക്കും വരിക? ലാസ്റ്റ് ഇലക്ട്രോൺ 6 ആണ്. 6ൻ്റെ കൂടെ 12 ആഡ് ചെയ്യുക. എത്ര കിട്ടും? 18. ഇങ്ങനെയാണ് പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡി ബ്ലോക്കിൻ്റെ കേസാണ്. ഓക്കെ, ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് 2 ഇലക്ട്രോൺസ്, അതായത് നമുക്കറിയാം 4s ഉണ്ടാവും 3d ഉണ്ടാവും അല്ലേ? അപ്പോൾ 4sലെ ഇലക്ട്രോണും ആഡ് ചെയ്യണം, 3dയിലെ ഇലക്ട്രോണും ആഡ് ചെയ്യണം. ലാസ്റ്റ് വരുന്ന 2 ഇലക്ട്രോൺസ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 4sൽ 2 ആണ്. അപ്പോൾ 2 + 3dയിലെ 1 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, സ്കാൻഡിയത്തിൻ്റെത് ലാസ്റ്റ് 2 ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ 4sലെയും 3dയിലെയും ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് നമ്പർ കിട്ടുന്നത്? 3. അപ്പോൾ സ്കാൻഡിയം 3rd ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ലാസ്റ്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം. 4sലെയും 3dയിലെയും ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം. 4sലെ 1 ആണ്, 3dയിലെ 5 ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്ത് വരും? 6. ക്ലിയർ ആയോ? എസ് ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയാണോ അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ വരുന്നത്. പി ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ കൂടെ 12 ആഡ് ചെയ്യണം. ഡി ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് വരുന്ന 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിന് ചോദിക്കാൻ നിങ്ങൾക്ക് എക്സ് എന്നൊരു എലമെൻ്റ് ഉണ്ട്. ഈ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇതിൻ്റെ പീരിയഡ്, ബ്ലോക്ക് ആൻഡ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, 3 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? എക്സിന് 13 ആണ്. അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p1 ആഡ് ചെയ്ത് നോക്കിയേ, 13 കിട്ടുന്നില്ലേ? അപ്പോൾ നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്? ഇതേത് ബ്ലോക്കിലാണ്? നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതാണ് അതിൻ്റെ ബ്ലോക്ക് വരിക. ഇവിടെ എവിടെ ലാസ്റ്റ് ഫില്ല് ചെയ്യുന്നത്? പിയിലല്ലേ? അപ്പം എന്ത് വരും? പി ബ്ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് പീരിയഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ലാർജ് ഷെൽ നമ്പർ എത്രയാണോ അതാണ് പീരിയഡ് വരിക. ഏതാ വരിക? ലാസ്റ്റ് ഏറ്റവും ലാർജ് ആയിട്ട് വരുന്നത് ഏതാണ്? 3 ആണ്. അപ്പോൾ പീരിയഡ് എന്ത് വരും? 3. നെക്സ്റ്റ് ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കണം ഏത് ബ്ലോക്ക് ആണെന്ന് നോക്കുക. ഏത് ബ്ലോക്കാ? പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ കൂടെ 12 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 13. 13th ഗ്രൂപ്പിലെ ആളാണ് ഈ എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എക്സാമിന് ചിലപ്പോൾ 4s1 3d5 ഈ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് നിങ്ങളോട് പീരിയഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പീരിയഡ് എത്ര വരുന്നത്? പീരിയഡ് എന്ന് പറയുന്നത് 4 ആണ്. ബ്ലോക്ക് ഡി ഉണ്ടെങ്കിൽ ഡി ബ്ലോക്ക് ആയിരിക്കും. ഗ്രൂപ്പ് എന്താ ചെയ്യുക? ഗ്രൂപ്പ് വരുമ്പോൾ 2 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 5 + 1 6 വരും. ഡി ബ്ലോക്കിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി എസും പിയും ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
3p2 ആണ് ലാസ്റ്റ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് നമ്മുടെ പീരിയഡ് ആയിരിക്കും. ഈ പി എന്ന് പറയുന്നത് ബ്ലോക്ക് ആയിരിക്കും. മേലെയുള്ള 2 എന്ന് പറയുന്നത് ഏതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു കോഡ് വെച്ച് പഠിച്ചാൽ മതി. ഫസ്റ്റ് വരുന്നത് പി പീരിയഡ് ആണ്, രണ്ടാമത് വരുന്നത് ബി ബ്ലോക്ക് ആണ്, മേലെ വരുന്നത് ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നോക്കിയേ, ഇതിൻ്റെ കേസിൽ ഏതാ വരിക? 4sഉം 3Dയും വരുമ്പോൾ പീരിയഡിൽ ചേഞ്ച് ഉണ്ടാവും, പക്ഷേ ബ്ലോക്കും ഗ്രൂപ്പും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും വരിക. ഇപ്പം നിങ്ങളുടെ ഈ പബ്ജി ഒന്ന് കണക്ട് ചെയ്തിട്ട് പബ്ജി എന്ന് പറഞ്ഞ കോഡ് വെച്ച് പഠിക്കാം. പി എന്ന് പറയുന്നത് പീരിയഡാണ്, പി എന്ന് പറയുന്നത് ബ്ലോക്കാണ്. നമ്മൾ മേലെ എഴുതുന്നത് എപ്പോഴും ഗ്രൂപ്പ് നമ്പറുമായിട്ട് കണക്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരിയഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഇത് കുറച്ച് ഉറപ്പിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.